ഹലോ ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാഷണൽ ഇൻകം എന്താണെന്നും അതുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് ഫാക്റ്റുകൾ കുറേ കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ ഉൽപ്പന്നങ്ങൾ, ഇൻവെന്ററി, അതുപോലെ തന്നെ അറ്റ നിക്ഷേപം, മൊത്ത നിക്ഷേപം, അറ്റ പരോക്ഷ നികുതികൾ, അതുപോലെ തന്നെ ഉൽപ്പന്ന രീതി അല്ലെങ്കിൽ അന്ന് മൂല്യവർദ്ധിത നീതി, ചെലവ് രീതി, വരുമാന രീതിയിൽ എങ്ങനെയാണ് GDP കാണുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിന്റെ ഏത് രീതിയിൽ ഇക്വേഷൻസ് ഉണ്ട്, കുറെ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് വരുന്നത്. സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഇതോട് കുറച്ച് കാര്യങ്ങളൂടെ ഉള്ളു. അതോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നാഷണൽ ഇൻകം എന്ന് പറഞ്ഞ ആ ഒരു ടോപ്പിക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, പക്ഷെ വളരെ ശ്രദ്ധിച്ചിരിക്കണം. അതുപോലെ തന്നെ വ്യക്തമായിട്ട് മാറിപ്പോവാതെ പഠിക്കേണ്ടതായിട്ടുള്ള ഇക്വേഷൻസും കാര്യങ്ങൾ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ നോക്കുന്നത് GDP. നമ്മൾ പറഞ്ഞു ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, മൊത്തം ആഭ്യന്തര ഉൽപ്പന്നമാണ് GDP എന്ന് പറഞ്ഞാൽ, അല്ലെ, മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം. അതിന്റെ ഡെഫിനിഷൻ നമ്മൾ ആൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഒരു വർഷം ഉൽപ്പാദിപ്പിക്കപ്പെട്ട എല്ലാ അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യമാണ് GDP എന്ന് പറയുന്നത്, അല്ലെ. രണ്ട് രീതിയിൽ നമുക്ക് GDP കാണാം. അത് നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കുക. കമ്പോള വിലയിലും ഘടക വിലയിലും നമുക്ക് എന്ത് കാണാൻ പറ്റും? GDP കാണാൻ പറ്റും. അതായത് കമ്പോള വില എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസ് ആണ്, ഘടക വില എന്ന് പറഞ്ഞാൽ ഫാക്ടർ കോസ്റ്റ് ആണ്. അപ്പൊ ഈ രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് GDP കാണാൻ പറ്റും. GDP മാർക്കറ്റ് GDP അറ്റ് മാർക്കറ്റ് പ്രൈസിൽ നമുക്ക് എങ്ങനെ കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം കൂടെ കൂട്ടുകയാണ്. നമ്മൾ ആൾറെഡി പറഞ്ഞിട്ടുള്ള വേജ്, അതുപോലെ റെന്റ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്, ഡിപ്രീസിയേഷൻ ആൻഡ് NIT എന്ന് പറഞ്ഞാൽ നെറ്റ് ഇൻഡയറക്ട് ടാക്സ് ആണ്, അറ്റ പരോക്ഷ നികുതി എന്ന് പറയും. അപ്പൊ ഇത് ഇത്രയും കൂടെ കൂട്ടുന്നതാണ് GDP എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കണം. GDP അറ്റ് GDP അറ്റ് മാർക്കറ്റ് പ്രൈസിൽ, കമ്പോള വിലയിൽ നമുക്ക് എങ്ങനെ GDP കാണാമെന്ന് ചോദിച്ചാൽ എന്തെല്ലാം കൂട്ടണം? വേജ് കൂട്ടണം, അതേപോലെ റെന്റ് കൂട്ടണം, അതുപോലെ ഇൻട്രസ്റ്റ് കൂട്ടണം, പ്രോഫിറ്റ് കൂട്ടണം, ഡിപ്രീസിയേഷൻ, ഡി എന്ന് പറഞ്ഞാൽ ഡിപ്രീസിയേഷൻ, തേയ്മാനം കൂട്ടണം. അതിൻ്റെ കൂട്ടത്തിൽ എന്തുകൂടെ കൂട്ടണം? NIT, നെറ്റ് ഇൻഡയറക്ട് ടാക്സ്, അറ്റ പരോക്ഷ നികുതി. ഇതെല്ലാം കൂടെ കൂട്ടുന്നതാണ് GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഇനി GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഘടക വിലയിൽ എങ്ങനെ നമുക്ക് GDP കാണാം? ഈ GDP യിൽ നിന്നും നെറ്റ് ഇൻഡയറക്ട് ടാക്സ് കുറച്ചാൽ, അറ്റ പരോക്ഷ നികുതി കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? GDP-FC കിട്ടും. പ്രധാനമായിട്ടും GDP കാണുന്നത് ഇതാണ്, ഇങ്ങനെയാണ്. അപ്പം ഈ ഒരു കാര്യം, ഈ രണ്ട് കാര്യങ്ങൾ GDP-MBയും GDP-FC നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. GDP-MB എന്ന് പറയുന്നത് വേജ്, റെന്റ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്, ഡിപ്രീസിയേഷൻ, NIT ഇതെല്ലാം കൂടെ കൂട്ടുന്നതാണ് GDP-MB എന്ന് പറയുന്നത്. GDP-FC എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? GDP-MBയിൽ നിന്നും NIT, നെറ്റ് ഇൻഡയറക്ട് ടാക്സ്, അറ്റ പരോക്ഷ നികുതി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? GDP-FC കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ GNB പോവുകയാണ്. മൊത്തം ദേശീയ ഉൽപ്പന്നം. മൊത്തം ദേശീയ ഉൽപ്പന്നം അല്ലെങ്കിൽ GNB, ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്. GDPയും വിദേശത്ത് നിന്നുള്ള അറ്റ ഘടക വരുമാനം, അതായത് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ന് പറയും, NFI അല്ലെങ്കിൽ NFIA, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. അറ്റാണ് അറ്റ ഘടക വരുമാനം. വിദേശത്ത് നിന്നുള്ള അറ്റ ഘടക വരുമാനവും GDPയും കൂടി കൂട്ടുന്നതാണ്, അല്ലെങ്കിൽ ഇത് രണ്ടിൻ്റെ ആകെത്തുകയാണ് GNP എന്ന് പറയുന്നത്, ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. മൊത്തം ദേശീയ ഉൽപ്പന്നം എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? നമ്മുടെ GDPയും അതുപോലെ തന്നെ നെറ്റ് ഫാക്ടർ ഇൻകം, വിദേശത്ത് നിന്നുള്ള അറ്റ ഘടക വരുമാനം നമ്മൾ കൂട്ടുന്നതാണ്, അല്ലെങ്കിൽ അത് തമ്മിലുള്ള ആകെത്തുകയാണ് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് GNP എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് GNP എങ്ങനെ കാണാം? അപ്പൊ നമ്മൾ പറഞ്ഞു ആ സംഭവം നമുക്ക് താഴോട്ട് എഴുതുമ്പോൾ എന്തൊക്കെ പറയാൻ പറ്റും? ഓൾറെഡി പറഞ്ഞു GDP എങ്ങനെയാണ് നമ്മൾ മാർക്കറ്റ് പ്രൈസിൽ കണ്ടിട്ടുള്ളത്? വേജ്, റെന്റ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്, ഡിപ്രീസിയേഷൻ പ്ലസ് NIT, അല്ലെ, നെറ്റ് ഇൻഡയറക്ട് ടാക്സ്. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടുന്ന GDP പ്ലസ് NFIA അല്ലെങ്കിൽ NFI, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. ഇത് അതായത് വിദേശത്തു നിന്നുള്ള അറ്റ ഘടക വരുമാനം. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? GNB കിട്ടും, മൊത്തം ദേശീയ ഉൽപ്പന്നം കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി GNP-MB എങ്ങനെ കാണാം? GNP അറ്റ് മാർക്കറ്റ് പ്രൈസിൽ എങ്ങനെ GNP കാണാമെന്ന് ചോദിച്ചാൽ GDP-MB പ്ലസ് NFI, നെറ്റ് ഫാക്ടർ ഇൻകം കൂട്ടുമ്പോൾ നമുക്ക് GDP-MBയുടെ കൂടെ നെറ്റ് ഫാക്ടർ ഇൻകം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? GNB-MB കിട്ടും. ഇനി GNB-FC കാണാൻ GDP-FCയുടെ കൂടെ എന്ത് കൂട്ടിയാൽ മതി? NFI കൂട്ടിയാൽ മതി. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത് തിരിഞ്ഞു പോകരുത്, തെറ്റിപ്പോകരുത്. സിമ്പിൾ ആണ്. GNB എന്ന് പറയുന്നത് എല്ലാം കൂടി കൂട്ടുക, അതായത് GDPയും അതിന്റെ കൂടെ തന്നെ എന്ത് വിദേശത്തു നിന്നുള്ള അറ്റ ഘടക വരുമാനം, നെറ്റ് ഫാക്ടർ ഇൻകം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് GNB കിട്ടും. ഇനി GNB അറ്റ് മാർക്കറ്റ് പ്രൈസിൽ എങ്ങനെയാണ് GNB കാണുന്നതെന്ന് ചോദിച്ചാൽ GDP-MBയുടെ കൂടെ എന്ത് വേണം? NFI കൂട്ടുക. നെറ്റ് ഫാക്ടർ ഇൻകം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? GNB അറ്റ് മാർക്കറ്റ് പ്രൈസ് കിട്ടും. ഇങ്ങനെ അറ്റ് മാർക്കറ്റ് പ്രൈസ് അല്ലെങ്കിൽ GNB അറ്റ് ഫാക്ടർ കോസ്റ്റ് ഒക്കെ കാണാൻ ചോദിക്കുക എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. എങ്കിലും പ്രധാനമായിട്ട് നമ്മൾ ഇതെല്ലാം, ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെച്ചേക്കുക.
അപ്പൊ ജി എൻ ബി കാണാൻ നമുക്കറിയാം ജി ഡി പി പ്ലസ് എൻ എഫ് ഐ ആണ്. ജി എൻ ബി അറ്റ് മാർക്കറ്റ് പ്രൈസ് ആണെങ്കിൽ ജി ഡി പി എം ബി പ്ലസ് എൻ എഫ് ഐ, ജി എൻ ബി അറ്റ് ഫാക്ടർ കോസ്റ്റ് ആണെങ്കിൽ ജി ഡി പി എഫ് സി പ്ലസ് എൻ എഫ് ഐ. ഓക്കെ ആണല്ലോ. ഇനി മൂന്നാമത്തെയാണ് അറ്റ് ദേശീയ ഉൽപ്പന്നം, നെറ്റ് നാഷണൽ പ്രോഡക്റ്റ്, എൻ എൻ ബി എന്ന് പറയും. നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് ഒരു രാജ്യത്തിൽ ഒരു വർഷത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എല്ലാ അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യത്തിൽ നിന്ന് തേയ്മാന ചെലവ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? എൻ എൻ ബി കിട്ടും, നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പൊ അറ്റദേശീയ ഉൽപ്പന്നം നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് നമുക്ക് എൻ എൻ ബി നമുക്ക് എങ്ങനെ കാണാം? ഡിപ്രീസിയേഷൻ കുറച്ചാൽ മതി. ഇതിൽ നിന്നും, അതായത് ജി എൻ ബിയിൽ നിന്നും എന്ത് കുറച്ചാൽ മതി? ഡിപ്രീസിയേഷൻ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എൻ എൻ ബി കിട്ടും. അതായത് ഒരു രാജ്യത്തിൽ ഒരു വർഷത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എല്ലാ അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യത്തിൽ നിന്ന് എന്ത് കുറയ്ക്കുക? തേയ്മാന ചെലവ്, ഡിപ്രീസിയേഷൻ കുറച്ച് നമുക്ക് എന്ത് കിട്ടും? എൻ എൻ ബി കിട്ടും. അപ്പൊ എൻ എൻ ബി അറ്റ് മാർക്കറ്റ് പ്രൈസ് എങ്ങനെ കാണാന്ന് വെച്ചാൽ ജി എൻ ബി അറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് ഡിപ്രീസിയേഷൻ. ജി എൻ ബി എം ബിയിൽ നിന്നും ഡിപ്രീസിയേഷൻ കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? എൻ എൻ ബി എം ബി കിട്ടും. ഇനി എൻ എൻ ബി എഫ് സി ആണ് കാണേണ്ടതെങ്കിൽ എന്ത് ചെയ്താൽ മതി? എൻ ഡി പി എഫ് സി പ്ലസ് എൻ എഫ് ഐ. എന്താണ് എൻ ഡി പി എന്ന് പറഞ്ഞാൽ? അതായത് നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. എൻ ഡി പി എന്ന് പറഞ്ഞാൽ എന്താണ്? നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അല്ലെങ്കിൽ അറ്റ ആഭ്യന്തര ഉൽപ്പന്നം. അപ്പൊ ഇത് മലയാളവും ഇംഗ്ലീഷും നമ്മൾ പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. മലയാളം ടൈം നമ്മൾ പഠിക്കുക, അതുപോലെ അതിന്റെ ഇംഗ്ലീഷ് ടൈം നമ്മൾ പഠിച്ചു വെച്ചേക്കുക. നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അല്ലെങ്കിൽ എൻ ഡി പി എന്ന് പറഞ്ഞാൽ അറ്റ ആഭ്യന്തര ഉൽപ്പന്നമാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ അറ്റ ആഭ്യന്തര ഉൽപ്പന്നമാണ് നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, എൻ ഡി പി. അപ്പം എൻ ഡി പി എഫ് സിയുടെ കൂടെ എൻ എഫ് ഐ എ, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്, അതായത് വിദേശത്ത് നിന്നുള്ള അറ്റ ഘടക വരുമാനം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എൻ എൻ ബി അറ്റ് ഫാക്ടർ കോസ്റ്റ് കിട്ടും. അപ്പൊ എൻ എൻ ബി എം ബി എന്ന് പറഞ്ഞാൽ ജി എൻ ബി എം ബി മൈനസ് ഡിപ്രീസിയേഷൻ. എൻ എൻ ബി എഫ് സി കാണാൻ എൻ ഡി പി എഫ് സി പ്ലസ് എൻ എഫ് ഐ. ഓക്കെ ആണല്ലോ. നാലാമത്തെയാണ് അറ്റ ആഭ്യന്തര ഉൽപ്പന്നം, നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, എൻ ഡി പി. ഇതിന്റെ എല്ലാം മലയാളവും ഇംഗ്ലീഷും നമ്മൾ പഠിച്ചു വെച്ചേക്കുക, കാരണം നമുക്ക് തിരിഞ്ഞു പോകരുത്. മൊത്തം ആഭ്യന്തര ഉൽപ്പന്നത്തിൽ നിന്ന് തേയ്മാനം കുറച്ചാൽ എന്ത് കിട്ടും? അറ്റ ആഭ്യന്തര ഉൽപ്പന്നം ലഭിക്കും. അപ്പൊ അറ്റ ദേശീയ ഉൽപ്പന്നം പറയുന്നത് എങ്ങനെയായിരുന്നു? ഒരു രാജ്യത്തിൽ ഒരു വർഷം ഉൽപ്പാദിപ്പിക്കപ്പെട്ട എല്ലാ അന്തിമ സാധനങ്ങളുടെ സേവനങ്ങളുടെ ആകെ പണമൂല്യത്തിൽ നിന്ന് തേയ്മാന ചെലവ് കുറയ്ക്കുന്നു. അറ്റ ദേശീയ ഉൽപ്പന്നം കിട്ടാൻ, അറ്റ ആഭ്യന്തര ഉൽപ്പന്നം കിട്ടാൻ എന്താണ്? മൊത്തം ആഭ്യന്തര ഉൽപ്പന്നത്തിൽ നിന്ന് തേയ്മാനം കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? അറ്റ ആഭ്യന്തര ഉൽപ്പന്നം കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പം നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ്, എൻ ഡി പി അറ്റ് എം ബി നമുക്ക് എങ്ങനെ കാണാം? ജി ഡി പി എം ബി മൈനസ് ഡിപ്രീസിയേഷൻ. ജി ഡി പി എം ബി മൈനസ് ഡിപ്രീസിയേഷൻ ആണ് എൻ ഡി പി എം ബി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ജി ഡി പി എം ബിയിൽ നിന്നും ഡിപ്രീസിയേഷൻ കുറച്ച് നമുക്ക് എന്ത് കിട്ടും? എൻ ഡി പി എം ബി കിട്ടും. ഇനി എൻ ഡി പി എഫ് സി കാണാൻ എൻ ഡി പി എം ബി മൈനസ് എൻ ഐ ടി, നെറ്റ് ഇൻഡയറക്ട് ടാക്സ്. എൻ ഡി പി എഫ് സി കാണാൻ എൻ ഡി പി എം ബിയിൽ നിന്നും എൻ ഐ ടി, അതായത് നെറ്റ് ഇൻഡയറക്ട് ടാക്സ്, അറ്റ പരോക്ഷ നികുതി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എൻ ഡി പി എഫ് സി കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പൊ അറ്റ ആഭ്യന്തര ഉൽപ്പന്നം നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആണ് പറയുന്നത്, എൻ ഡി പി ആണ് പറയുന്നത്. മൊത്തം ആഭ്യന്തര ഉൽപ്പന്നത്തിൽ നിന്ന് തീരുമാനം കുറിച്ചാൽ അറ്റ ആഭ്യന്തര ഉൽപ്പന്നം ലഭിക്കുന്നു. എൻ ഡി പി അറ്റ് മാർക്കറ്റ് പ്രൈസ് എങ്ങനെ കാണാം? ജി ഡി പി എം ബിയിൽ നിന്നും ഡിപ്രീസിയേഷൻ കുറയ്ക്കുമ്പോൾ എൻ ഡി പി എം ബി കിട്ടുന്നു. എൻ ഡി പി എഫ് സി കാണാൻ എൻ ഡി പി എം ബിയിൽ നിന്നും എൻ ഐ ടി, നെറ്റ് ഇൻഡയറക്ട് ടാക്സ്, അറ്റ പരോക്ഷ നികുതി കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? എൻ ഡി പി എഫ് സി കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി വ്യക്തിഗത വരുമാനം, പേഴ്സണൽ ഇൻകം നമ്മൾ കേട്ടിട്ടുണ്ടോ? വ്യക്തിഗത വരുമാനം ഒരു രാജ്യത്തെ വ്യക്തികൾക്കോ കുടുംബങ്ങൾക്കോ ഒരു വർഷത്തിൽ ലഭിക്കുന്ന വരുമാനത്തെയാണ് എന്ത് പറയുന്നത്? പേഴ്സണൽ ഇൻകം എന്ന് പറയുന്നത്. മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി, പി ഐ എന്ന് പറയും. അതുപോലെ ആളോഹരി വരുമാനമുണ്ട്, പെർ ക്യാപിറ്റ ഇൻകം നമ്മൾ കേട്ടിട്ടുണ്ടോ? പെർ ക്യാപിറ്റ ഇൻകം, പി സി ഐ. ആളോഹരി വരുമാനം ഒരു രാജ്യത്തെ ഒരാളുടെ ഒരു വർഷത്തെ ശരാശരി വരുമാനമാണ് ആളോഹരി വരുമാനം. അപ്പൊ അത് നമ്മൾ തിരിഞ്ഞു പോകല്ലേ. വ്യക്തിഗത വരുമാനം എന്ന് പറഞ്ഞാൽ എന്താണ്? പേഴ്സണൽ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രാജ്യത്തെ വ്യക്തികൾക്കോ കുടുംബങ്ങൾക്കോ ഒരു വർഷത്തിൽ ലഭിക്കുന്ന വരുമാനത്തെയാണ് പേഴ്സണൽ ഇൻകം എന്ന് പറയുന്നത്. വ്യക്തികൾക്കോ കുടുംബങ്ങൾക്കോ. ആളോഹരി വരുമാനം എന്ന് പറഞ്ഞാൽ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തെ ഒരാളുടെ ഒരു വർഷത്തെ ശരാശരി വരുമാനമാണ് ആളോഹരി വരുമാനം എന്ന് പറയുന്നത്. ഓക്കെ. ആളോഹരി വരുമാനം കാണാൻ ദേശീയ വരുമാനത്തെ എന്തുകൊണ്ട് ഭാഗിച്ചാൽ മതി? ജനസംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? ആളോഹരി വരുമാനം, പെർ ക്യാപിറ്റ ഇൻകം കിട്ടും. ദേശീയ വരുമാനത്തെ ജനസംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആളോഹരി വരുമാനം കിട്ടും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ? തിരിഞ്ഞു പോകരുതല്ലോ. തിരിഞ്ഞു പോകല്ലോ. അപ്പൊ നമ്മള് ജി ഡി പി എം ബി പഠിച്ചു. ജി ഡി പി എം ബി എങ്ങനെ കാണാമെന്ന് നോക്കി. ജി ഡി പി എഫ് സി എങ്ങനെയാണ് കാണുന്നത് നോക്കി. അതുപോലെ ജി എൻ ബി എങ്ങനെ കണ്ടെത്താമെന്ന് പഠിച്ചു. ജി എൻ ബി എം ബിയും ജി എൻ ബി എഫ് സിയും എങ്ങനെ കണ്ടെത്താമെന്ന് മനസ്സിലാക്കി. അതേപോലെ എൻ എൻ ബി എം ബിയും എൻ എൻ ബി എഫ് സിയും എങ്ങനെ കണ്ടെത്താമെന്ന് മനസ്സിലാക്കി. എൻ ഡി പി എം ബിയും എൻ ഡി പി എഫ് സിയും എന്താണെന്ന് മനസ്സിലാക്കി, എങ്ങനെ കണ്ടെത്താമെന്ന് മനസ്സിലാക്കി. വ്യക്തിഗത വരുമാനവും ആളോഹരി വരുമാനവും എന്താണെന്നും ആളോഹരി വരുമാനം എങ്ങനെ കണ്ടെത്തിയെടുക്കാമെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം? വീണ്ടും 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 റിപ്പീറ്റ് ചെയ്ത് തന്നെ വായിച്ച് പഠിച്ച് അത് കാണാതെ ആ ഇക്വേഷൻ ഒന്ന് എഴുതിയൂടെ നോക്കണം. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ നോക്കുന്നത്
നാമമാത്ര GDP, ഇതൊക്കെ നമുക്ക് നമ്മുടെ ആ ഒരു എന്താ പറയുക GDP എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിനകത്ത് നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ളതാണ്. അപ്പോൾ ഇത് കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഇനി വല്ല ഇക്വേഷൻ കാര്യങ്ങളൊന്നും വരുന്നില്ല. അതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നാമമാത്ര GDP അല്ലെങ്കിൽ നോമിനൽ GDP, തന്നാണ്ട് വില, കറണ്ട് പ്രൈസ്, ഇതെല്ലാം എന്താണ് ഒന്നാണ്. അപ്പൊ ഇതിനെ നമ്മൾ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ക്യാപിറ്റൽ ലെറ്ററിലാണ് GDP എന്ന് എഴുതുന്നത്. അത് മനസ്സിലാക്കി വെച്ചേക്കണം. ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും നമ്മൾ GDP എന്ന് രേഖപ്പെടുന്നത്. നാമമാത്ര GDP, നോമിനൽ GDP അല്ലെങ്കിൽ തന്നാണ്ട് വില, കറണ്ട് പ്രൈസിനെ ക്യാപിറ്റൽ GDP കൊണ്ടായിരിക്കും നമ്മൾ സൂചിപ്പിക്കുന്നത്. വിലയിൽ വരുന്ന മാറ്റങ്ങൾ GDP യെ സ്വാധീനിക്കുന്നുണ്ട്. നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലെ. വില വർദ്ധിക്കുന്നതനുസരിച്ച് GDP വർദ്ധിക്കും, വില കുറയുമ്പോൾ GDP കുറയും. നമുക്കറിയാവുന്ന, നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പം എന്താണ് നാമമാത്ര GDP എന്ന് വെച്ചാൽ അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യത്തെ തന്നാണ്ട് വിലകളുടെ, അതായത് കറണ്ട് പ്രൈസിന്റെ അടിസ്ഥാനത്തിൽ കണക്കാക്കിയാൽ അതിനെയാണ് നാമമാത്ര GDP എന്ന് പറയുന്നത്. അപ്പൊ നാമമാത്ര GDP അല്ലെങ്കിൽ നോമിനൽ GDP യെ തന്നാണ്ട് വില അല്ലെങ്കിൽ കറണ്ട് പ്രൈസ് എന്നും അറിയപ്പെടുന്നുണ്ട്. ക്യാപിറ്റൽ ലെറ്ററിലെ GDP കൊണ്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ ഇതിനെ. ഓക്കെ, അപ്പൊ അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യത്തെ തന്നാണ്ട് വിലകളുടെ അടിസ്ഥാനത്തിൽ കണക്കാക്കിയാൽ അതിനെ നാമമാത്ര GDP എന്ന് പറയും. സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിച്ച വർഷത്തിലെ വിലകളാണ് തന്നാണ്ട് വിലകൾ. അതായത് ഒരു സാധനവും സേവനവും എന്തോ ആയിക്കോട്ടെ, അത് ഉൽപ്പാദിപ്പിച്ച വർഷത്തിലെ ആ ഒരു വർഷത്തിലെ മാത്രം വിലകളാണ് ഈ തന്നാണ്ട് വിലകൾ അല്ലെങ്കിൽ എന്താ പറയുക കറണ്ട് പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി യഥാർത്ഥ GDP ഉണ്ട്. യഥാർത്ഥ GDP അല്ലെങ്കിൽ റിയൽ GDP, സ്ഥിര വില എന്നാണ് പറയുന്നത്, സ്ഥിരവില. അപ്പൊ നമ്മൾ അതിനെ സൂചിപ്പിക്കുന്നത് സ്മോൾ GDP എന്ന് എഴുതിക്കൊണ്ടാണ്. സ്മോൾ GDP എന്ന് എഴുതിയിട്ടാണ് നമ്മൾ അതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സൂചിപ്പിക്കുന്നത്. ഓക്കെ, സാധനങ്ങളുടെ സേവനങ്ങളെയും പണമൂല്യത്തെ സ്ഥിരവിലകളുടെ അടിസ്ഥാനത്തിൽ, അതായത് കോൺസ്റ്റന്റ് പ്രൈസിന്റെ അടിസ്ഥാനത്തിൽ കണക്കാക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? റിയൽ GDP അല്ലെങ്കിൽ യഥാർത്ഥ GDP എന്ന് പറയാം. അടിസ്ഥാന വർഷ വിലയാണ് സ്ഥിരവില എന്നറിയപ്പെടുന്നത്. അടിസ്ഥാന വർഷത്തിലെ വിലയാണ് സ്ഥിരവില എന്നറിയപ്പെടുന്നത്. അപ്പൊ രണ്ട് GDP പ്രധാനമായിട്ടും പഠിച്ചു. നാമമാത്ര GDP എന്നും GDP-യും യഥാർത്ഥ GDP-യും അല്ലെ. നാമമാത്ര GDP നമ്മൾ തന്നാണ്ട് വില അല്ലെങ്കിൽ കറണ്ട് പ്രൈസ് എന്നും ക്യാപിറ്റൽ ലെറ്ററിലെ GDP കൊണ്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. യഥാർത്ഥ GDP അല്ലെങ്കിൽ റിയൽ GDP സ്ഥിരവില എന്നും സ്മോൾ ലെറ്ററിലെ GDP കൊണ്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും പഠിച്ചല്ലോ, എന്താണെന്ന് മനസ്സിലായല്ലോ. പിന്നീട് വരുന്ന ഒന്നാണ് GDP ഡിഫ്ലേറ്റർ. GDP ഡിഫ്ലേറ്റർ എന്ന് പറഞ്ഞാൽ നാമമാത്ര GDP-യെ യഥാർത്ഥ GDP ആയി മാറ്റിയെടുക്കുന്നതിനാണ് GDP ഡിഫ്ലേറ്റർ ഉപയോഗിക്കുന്നത്. നാമമാത്ര GDP-യെ യഥാർത്ഥ GDP ആയിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് GDP ഡിഫ്ലേറ്ററുകൾ ഉപയോഗിക്കുന്നത്. ഇപ്പൊ GDP ഡിഫ്ലേറ്റർ എങ്ങനെ നമുക്ക് കാണാമെന്ന് ചോദിച്ചാൽ, നാമമാത്ര GDP-യെ യഥാർത്ഥ GDP കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? GDP ഡിഫ്ലേറ്റർ കിട്ടും. സംഭവം സിമ്പിൾ ആണ്. നാമമാത്ര GDP-യെ, അതായത് നോമിനൽ GDP-യെ അല്ലെങ്കിൽ കറണ്ട് പ്രൈസിനെ യഥാർത്ഥ GDP കൊണ്ട് അല്ലെങ്കിൽ എന്താ പറയുക റിയൽ GDP സ്ഥിര വില കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? GDP ഡിഫ്ലേറ്റർ കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പം അല്ലെങ്കിൽ നമുക്ക് ശതമാന രീതിയിൽ ഇങ്ങനെ എഴുതാം. ക്യാപിറ്റൽ GDP ബൈ സ്മോൾ GDP ഇൻറ്റു 100 എന്ന് എഴുതിയാൽ നമുക്ക് ശതമാന രീതിയിൽ GDP ഡിഫ്ലേറ്റർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടെത്തിയെടുക്കാൻ പറ്റും. ഇവിടെ രണ്ട് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നമുക്ക് +2 പിള്ളേർക്ക് കുട്ടികൾക്ക് വന്നിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. വേണമെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: 2010-11 വർഷത്തെ നാമമാത്ര GDP 1920 രൂപയും യഥാർത്ഥ GDP 1200 രൂപയും ആയാൽ GDP ഡിഫ്ലേറ്റർ എത്ര? GDP ഡിഫ്ലേറ്റർ കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? നാമമാത്ര GDP-യെ യഥാർത്ഥ GDP കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലെ. 1920 ഇവിടെ 1200 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 1.60 എന്ന് കിട്ടും. ഇനി ശതമാന രീതിയിലാണെങ്കിൽ 1920/1200 × 100 ചെയ്താൽ നമുക്ക് 160 കിട്ടും. ഓക്കെ ആണല്ലോ. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കുക: ഒരു രാജ്യത്തെ തന്നാണ്ട് വിലയിലെ GDP 3000 കോടി രൂപയും സ്ഥിര വിലയിലെ GDP 4000 കോടി രൂപയായാൽ GDP ഡിഫ്ലേറ്റർ എത്ര എന്ന് ചോദിച്ചാൽ, ബൈ ക്യാപിറ്റൽ GDP ബൈ സ്മോൾ GDP ഇൻറ്റു 100, 3000/4000 ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 75 കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ GDP ഡിഫ്ലേറ്റർ, നാമമാത്ര GDP, യഥാർത്ഥ GDP എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. വേണമെങ്കിൽ നമുക്ക് GDP ഡിഫ്ലേറ്റർ കാണാൻ വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വരാം. ഉപഭോക്തൃ വില സൂചിക ഈ ഒരു ടോപ്പിക്കിലെ ലാസ്റ്റ് പോയിന്റ് ആണ് നമ്മൾ പറയുന്നത്. ഉപഭോക്തൃ വില സൂചിക, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് അല്ലെങ്കിൽ CPI എന്താണെന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഉപഭോക്താക്കൾ പതിവായി വാങ്ങുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വിലയിലെ മാറ്റങ്ങൾ അളക്കുന്ന സൂചികയാണ് CPI എന്ന് പറയുന്നത്, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. പണപ്പെരുപ്പം അളക്കുവാനും അതുപോലെ സാമ്പത്തിക നയ രൂപീകരണത്തിന് വേണ്ടിയിട്ടും വേതന ക്രമീകരണത്തിനും വ്യാപാര കരാറുകൾക്കും ഒക്കെ സഹായകമായിട്ടുള്ള ഒന്നാണ്. എന്നിട്ട് നമുക്ക് 4 ഓപ്ഷൻ തരാം. അതിലൊന്നാണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് മനസ്സിലാക്കുക. CPI, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്, ഉപഭോക്തൃ വില സൂചിക. ഉപഭോക്താക്കൾ പതിവായി വാങ്ങുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വിലയിലെ മാറ്റങ്ങൾ അളക്കുന്ന സൂചികയാണ് CPI. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചത് എന്താണ്? GDP MB എങ്ങനെ കാണാം, GDP FC എങ്ങനെ കാണാം, മൊത്തം ദേശീയ ഉൽപ്പന്നം GNP എങ്ങനെ കാണാം, അത് മാർക്കറ്റ് പ്രൈസിലാണ് ഫാക്ടർ കോസ്റ്റിലാണ് എങ്ങനെ കാണാം,
അറ്റ ദേശീയ ഉൽപ്പന്നം എങ്ങനെ കാണാം, അതുപോലെ തന്നെ അറ്റ ആഭ്യന്തര ഉൽപ്പന്നം NDP എങ്ങനെ കാണാം, അതുപോലെ തന്നെ വ്യക്തിഗത വരുമാനം, ആളോഹരി വരുമാനം എന്താണ്, അതുപോലെ ആളോഹരി വരുമാനം എങ്ങനെ കണ്ടെത്താം, അതുപോലെ നാമമാത്ര GDP എന്താണ്, യഥാർത്ഥ GDP എന്താണ്, GDP ഡിഫ്ലേറ്റർ എങ്ങനെയാണ്, അതെങ്ങനെ കണ്ടെത്താമെന്നും ഉപഭോക്തൃ വില സൂചിക എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ദേശീയ വരുമാനം അല്ലെങ്കിൽ നാഷണൽ ഇൻകം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക് ഫുള്ളായിട്ട് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് നമുക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും പഠിക്കാനില്ല. പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.